ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, നാഗർകോവിലിനടുത്ത് കോട്ടാറി എന്ന ഒരു സ്ഥലമുണ്ട്. ഗുരുദേവൻ ചിലപ്പോഴൊക്കെ ആ സ്ഥലം സന്ദർശിക്കാറും ഉണ്ടായിരുന്നു. കോട്ടാറിൽ 8 പിള്ളത്തെരുവുകൾ എന്ന സ്ഥലത്ത് 8 തെരുവുകളിലും പിള്ളമാർ തിങ്ങിപ്പാർത്തിരുന്നു. അവർ മിക്കതും അന്ധവിശ്വാസികളായിരുന്നു. 8 തെരുവുകളിലുമായിട്ട് 42 കോവിലുകൾ ഉണ്ടായിരുന്നു. അവയെല്ലാം ദുർമൂർത്തികളെ പ്രതിഷ്ഠിച്ചവയും ജന്തുബലി മുതലായ ദുഷ്കർമ്മങ്ങൾ നടത്തപ്പെടുന്നവയും ആയിരുന്നു. കള്ളും ഇറച്ചിയും മുട്ടയും ഒക്കെ വെച്ച് നിവേദിക്കുന്ന തരത്തിലുള്ള പൂജകൾ ആണ് അവിടങ്ങളിൽ നടന്നിരുന്നത്. ഓരോ കോവിലിലും മത്സരബുദ്ധിയാ ഈ പ്രകാരമുള്ള ദുഷ്ക്രിയകൾ ചെയ്യുന്നതിനായി ധനം ദുർവ്യയം ചെയ്ത് കുടുംബങ്ങളെല്ലാം അധഃപതനത്തിൻ്റെ പടുകുഴിയിലായി. ഈ അവസ്ഥയിൽ നിന്ന് കരകയറാൻ ഒരു വഴി തേടി വിവേകികളായ ചിലർ അരുവിപ്പുറത്ത് ചെന്ന് ഗുരുദേവനെ കണ്ട് കോട്ടാറിലേക്ക് ക്ഷണിച്ചു. ഗുരുദേവന്റെ ഉപദേശം കൊണ്ട് ബോധവാന്മാരായ ജനം ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം 42 ക്ഷേത്രങ്ങൾ ഉള്ളതിൽ ഒന്ന് മാത്രം നിലനിർത്തി മറ്റുള്ളവയെല്ലാം നശിപ്പിച്ചു. ദുർമൂർത്തികളുടെ സർവ്വവിഗ്രഹങ്ങളും നശിപ്പിച്ചു. ശേഷിച്ച ഒരു ക്ഷേത്രത്തിൽ ഗുരുദേവൻ ഗണപതിയെ പ്രതിഷ്ഠിച്ചു. ഗുരു പ്രതിഷ്ഠിച്ച ഗണപതിയെ ആരാധിച്ചും സൽക്കർമ്മങ്ങൾ ചെയ്തും പിൽക്കാലം ആ ജനം സമൃദ്ധി പ്രാപിച്ചു. ഇനി കോഴിക്കോട്ടുള്ള ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ കഥ കൂടി പറയാം. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി കേട്ടറിഞ്ഞ് മലബാർ പ്രദേശത്തെ പ്രമാണിമാരായ രാരിച്ചൻ മൂപ്പനും മിതവാദി പത്രാധിപരായ കൃഷ്ണൻ മുതലായവരും ശിവഗിരിയിൽ ചെന്ന് ഗുരുദേവനെ കണ്ട് കോഴിക്കോട്ട് അവർണർക്കും പ്രവേശനം ഉള്ള ഒരു ക്ഷേത്രം ഉണ്ടാകേണ്ട ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. സ്വാമി അവരുടെ ആവശ്യപ്രകാരം ഗുരുദേവന്റെ നിർദ്ദേശാനുസരണം അവർ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. പ്രതിഷ്ഠാകർമ്മത്തിനായി കോഴിക്കോട്ടെത്തിയ ആ ഗുരുദേവനെ സ്വാഗതം ചെയ്യുന്നതിനായി റെയിൽവേ സ്റ്റേഷനിൽ വളരെയധികം ആരാധകർ എത്തിയിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിനായി ഒരു അലങ്കരിച്ച കുതിരവണ്ടി സജ്ജീകരിച്ചിരുന്നു. എന്നാൽ സാധുമൃഗങ്ങളെ കൊണ്ട് വലിപ്പിക്കുന്ന വണ്ടിയിൽ കയറാൻ ഗുരു താൽപ്പര്യപ്പെട്ടില്ല. അതിനാൽ കുതിരകളെ അഴിച്ചുമാറ്റി ഗുരുദേവനെ വണ്ടിയിലിരുത്തി ഗുരുഭക്തന്മാരാണ് ആയ ആളുകൾ ആ വണ്ടി വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഗുരുവിന് താമസിക്കാനൊരുക്കിയ ഭവനം പോലും കുലവാഴകൾ കെട്ടി അലങ്കരിച്ചിരുന്നു. അവിടമെല്ലാം കൊടിതോരണങ്ങൾ കെട്ടി അലങ്കരിച്ചിരുന്നു. രാരിച്ചൻ മൂപ്പന്റെ മകൾ കർപ്പൂരദീപാദികൾ കൊണ്ട് ആരാധിച്ചാണ് ഗുരുദേവനെ എതിരേറ്റത്. 1910 മെയ് മാസം 11-ാം തീയതി ഗുരുദേവൻ ക്ഷേത്രത്തിൽ ശ്രീകണ്ഠേശ്വരൻ എന്ന ശിവനെ പ്രതിഷ്ഠിച്ചു. സ്വാമിയുടെ ശിഷ്യനായ ചൈതന്യസ്വാമി അവിടെ ഉപദേവതമാരായി ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ് എന്നീ മൂർത്തികളെയും പ്രതിഷ്ഠിച്ചു. ഈ സംഭവത്തിൽ ഗുരുദേവൻ താൻ ഇരുന്ന വാഹനം കുതിരയെക്കൊണ്ട് വലിപ്പിക്കാതെ മനുഷ്യരെക്കൊണ്ട് വലിപ്പിച്ചത് എന്തിനാണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന മൃഗങ്ങൾ മനുഷ്യൻ്റെ മർദ്ദനം ഭയന്ന് ആണ് ആ പണി ചെയ്യുന്നത്. കുതിരവണ്ടിയിൽ ഒരു യാത്രക്കാരൻ വന്നിരിക്കുമ്പോൾ ആ വണ്ടി വലിക്കുന്ന കുതിരയ്ക്ക് എന്താണ് തോന്നുക? എന്നെക്കൊണ്ട് ഭാരം വലിപ്പിക്കാനും എന്നെ തല്ലിക്കൊള്ളിക്കാനും വേണ്ടി ഒരുത്തൻ വന്ന് കയറിയിരിക്കുന്നു എന്നായിരിക്കും അതിന് തോന്നുക. ഒരു വിധത്തിൽ കുതിരവണ്ടിയിലോ കാളവണ്ടിയിലോ യാത്ര ചെയ്യുന്നത് ജന്തുപീഡനമാണ്.
അതുകൊണ്ടാണ് ഗുരുദേവൻ കുതിര വലിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യാതിരുന്നത്. ഗുരുദേവൻ്റെ വാഹനം മനുഷ്യർ വലിക്കുമ്പോൾ അവർ അത് സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ജോലിയായതിനാൽ അതിൽ മേൽപ്പറഞ്ഞ ദോഷമില്ല. അതുകൊണ്ടാണ് ഗുരുദേവൻ കുതിരകൾ വലിക്കുന്ന വണ്ടി ഒഴിവാക്കിയത്. നമസ്കാരം.